മെൻഷൻ കൊണ്ട് ഞാൻ ആശാനെ അവസാനമായിട്ട് കണ്ടത് അവളുടെ കല്യാണത്തിന് 2 ദിവസം മുമ്പ് രാത്രിയിലാണ്. രാത്രിയിലെ കഥ വേണ്ട. രാത്രിയിലെ കഥ പറയട്ടെ. കല്യാണത്തിന് 2 ദിവസം മുമ്പുള്ള രാത്രിയല്ലേ? എനിക്ക് മനസ്സിലാവും. അത് വേണ്ട വേണ്ട. എനിക്കത് സഹിക്കാൻ പറ്റത്തില്ലത്. എനിക്കറിയാം, നിനക്കെന്നല്ല ലോകത്തുള്ള ഒരു ഭർത്താവിനോ സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷെ കുട്ടായി, നിനക്ക് വേണ്ടിയിട്ട് ഞാനത് സഹിക്കും. ശരത്തെ പറ, രാത്രി 2 ദിവസം മുമ്പേ എന്ത്? അവളുടെ കല്യാണം 2 ദിവസം മുമ്പ് രാത്രിയിലെ ഞാനിങ്ങനെ വീട്ടിൽ കിടക്കുവാണ്. എനിക്ക് കിടന്നിട്ട് എനിക്ക് കിടപ്പുറക്കണില്ല. ഇങ്ങനെ കിടക്കും. ലോകത്ത് ഒരു കാമന്മാരും ഉറങ്ങാൻ പറ്റത്തില്ല. അതെ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു. 11 മണിയായപ്പോ മെല്ലെ എന്റെ ബൈക്ക് എടുത്ത് ബൈക്ക് ന്യൂട്രൽ ആക്കിയിട്ട് ഞാൻ കവലയിലേക്ക് പോയി. ഡിമാൻ ചാത്തായി കഴിഞ്ഞ ശബ്ദം ഉണ്ടാവും. അതാരും കേൾക്കാതിരിക്കാനല്ലേ? അതല്ല, പിന്നെ ബൈക്കിൽ പെട്രോൾ ഇല്ലായിരുന്നു. ആ സമയത്തെങ്കിലും ഒരു 100 രൂപ പെട്രോൾ അതിനകത്ത് അടിച്ചിട്ടുണ്ടാ. പക്ഷെ ഈ ബൈക്കും കൊണ്ട് സാറത് എങ്ങോട്ട് പോയത്? ഞാൻ ബൈക്ക് എടുത്ത് നേരെ ഈ ആശയുടെ വീടിന്റെ പറ്റ തന്നെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ഞാൻ ഈ ബൈക്കും തള്ളി നേരെ ആശയുടെ വീടിന്റെ ആ ജംഗ്ഷനിൽ ചെന്ന് ബൈക്ക് സ്റ്റാൻഡേ വെച്ചു. സ്റ്റാൻഡേ വെച്ച് കഴിഞ്ഞപ്പോ എവിടുന്നാന്നറിയാൻ മേല പെട്ടെന്ന് ഒരു ചാറ്റൽ മഴ അങ്ങ് പെയ്തു. ഈ അവിഹിതത്തിനിടക്കൊക്കെ ഈ നാറിയ മഴ വരും. ചാറ്റൽ മഴ പെയ്തോണ്ട് കൂടുതൽ തന്നെ എവിടുന്നോ ഒരു കുളിർക്കാറ്റ് അങ്ങ് അടിച്ചു. എടാ, നീ അത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമ്മൾ മസാല ദോശ വാങ്ങിക്കുമ്പോ ഒരു വട കിട്ടും പോലെ ചാറ്റൽ മഴ ഉള്ളപ്പോ ഒരു കുളിർകാറ്റം ഉള്ളതാ. ബാക്കി പറ. അതെ, അങ്ങനെ ഞാൻ നിൽക്കുമ്പോണ്ടല്ലോ പെട്ടെന്ന് ഒരു ചെറിയൊരു ഇടിമിന്നലും ഒരു ഇടിവെട്ടും. അപ്പൊ ആ ഇടിമിന്നലിന്റെ ആ നേരിയ വെളിച്ചത്തിലുണ്ടല്ലോ ഞാൻ ആശയെ കണ്ടു. ഞാൻ പറയാൻ മിണ്ടി പോർന്ന് പറഞ്ഞു. ശരത്ത് പറ, നീ ഇടിമിന്നലിന് ആശയെ കണ്ടിട്ട്? ആശയന് അന്നേരം എനിക്കൊരു ദേവതയെ പോലെ തോന്നി. കിട്ടാത്ത സാധനം അല്ലെങ്കിലും നമുക്ക് ദേവതയായിട്ട് തോന്നും. അപ്പൊ ഉണ്ടല്ലോ, അപ്പൊ ആശയുടെ അച്ഛനും അമ്മയും കൂടെ എന്റെ മുമ്പിൽ ഒരു കാറിൽ ഇങ്ങനെ പാസ് ചെയ്ത് അവരുടെ വീട്ടിലോട്ട് പോയി. അപ്പൊ ഞാനിവിടെ നിൽക്കണം. അവര് പാസ് ചെയ്ത് അവരുടെ വീട്ടിലോട്ട് പോയി. നീ പോയോ? പെട്ടെന്ന് തന്നെ എന്നിലെ കൗശലക്കാരൻ അങ്ങ് ഉണർന്നു. കൗശലക്കാരനുണ്ടെങ്കിൽ ഞാൻ പറയാൻ മിണ്ടി പോരെന്ന് പറഞ്ഞില്ലേ? ഇപ്പോഴെങ്കിലും ഉണർന്നല്ലോ. ഉണർന്നു. പറ. കൗശലക്കാരൻ ഉണർന്നു. അപ്പൊ തന്നെ ഞാൻ ബൈക്കിൽ കയറിയപ്പോ മഴയാണല്ലോ. ആ മഴ നനഞ്ഞ് ബൈക്കും തള്ളിക്കൊണ്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് പോയി. എവിടെ പോയി? എന്റെ വീട്ടിലോട്ട് പോയി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോ എനിക്ക് ഭയങ്കര ദേഹവേദനയും പനിയും. നിനക്ക് വെറും പനിയല്ല, നിനക്ക് ടൈഫോയിഡ് പറഞ്ഞ ടൈഫോയിഡ്. അതേപോലത്തെ ചെയ്താ നീ എനിക്കിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. പറഞ്ഞങ്ങ് മോളിക്കൊണ്ട് വെച്ചിട്ട് ഒറ്റ ഇടക്കവനും ടൈഫോയിഡ് പനി ഉള്ളത്. നീ ടെൻഷൻ അടിക്കണ്ട, കാറ്റും കോളേ ഉള്ളൂ, അത് പെയ്യത്തില്ല. മനസ്സിലായ? പിന്നെ ഞാനും ആശയം കൂടി നീ പിന്നെ കണ്ടിട്ടില്ല. അംബരീഷ് ഹലോ അളിയാ, വാർഡൊന്ന് പറയളിയാ. എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞു കൊടുത്തത് സ്ഥാനാർത്ഥി ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ സാബുവാണ് സ്ഥാനാർത്ഥി. പറഞ്ഞ വാർഡ് പറ. 14. പിന്നെ ഞാൻ മത്സരിക്കുന്ന വാർഡ് 14. ഇങ്ങോട്ട് നിങ്ങളുടെ വാർഡാണോ ചോദിച്ചത്? പിന്നെ ആശുപത്രി പറഞ്ഞു. അളിയാ, അളിയൻ ഇപ്പൊ എവിടെ നിൽക്കണേ? ഞാൻ 9ാമത്തെ നിലയിൽ നിൽക്കണ അളിയാ. 9? അളിയാ 4. അളിയാ, പിന്നെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ച് ഞാൻ ഒലത്തിയിട്ടുണ്ട്, വേണോ? പൊന്നളിയാ, ഫോണിൽ കൂടി ഇട്ട് ഒലത്താതാ, ഒലത്തിയതായിട്ട് ഇങ്ങോട്ട് ഇവിടെ ഈ പ്രസവം കാര്യങ്ങളൊക്കെ ഒരുപാട് സമയമെടുക്കുമെന്നാ തോന്നുന്നത്. നമുക്കൊരു ഓട്ടോ വിളിച്ച് പെട്ടെന്ന് പോയി ഓട്ടോ ഇട്ടിട്ട് വന്നാലോ? അത് വേണ്ട. ഇവിടെ മാറിക്കഴിഞ്ഞാൽ ആശയുടെ ആളിനെ തിരക്കുമ്പോ ഞാനിവിടെ വേണ്ടേ? അത് ചരത്തുണ്ടല്ലോ. അത് ശരി, കുറുക്കന്റെ കയ്യിലാണോ കുടലുകൾ ഞാൻ കൊടുക്കുന്നത്? ആശയുടെ ആളാരാ? നീ എവിടെ പോണു? ആശയുടെ ആളാരാ? ആശയുടെ ആള് ഞാനാ കേട്ടോ. അതെ, അവനാ. നീ എന്തിനാ ഇതിന്റെ ഇടയിൽ ചാടിക്കറി?